പരിശുദ്ധ അമ്മ ദൈവമാതാവിന് ഈശോയിൽ നിന്ന് മധ്യസ്ഥതയുടെ തന്നയിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിനി റോസ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റാണ്. എൻ്റെ ഫാം ഡി 6th ഇയർ ആയപ്പോഴേക്കും എനിക്ക് അയർലൻഡിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഞങ്ങൾ ഏജൻസി ആയിട്ട് അവരെ എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് അവരെ ബന്ധപ്പെട്ടായിരുന്നു. അവർ പറയുന്ന പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ ശേഖരിച്ച് വിസക്ക് വെക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ ഒക്ടോബർ 27-ാം തീയതി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി വിസക്ക് വെക്കാൻ. ആ സമയത്ത് എൻ്റെ പപ്പക്ക് മാത്രം ഉടമ്പടി ഉണ്ടായുള്ളൂ. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുക്കുന്നുണ്ടായില്ല. നോർമലായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിസക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ പപ്പ മമ്മിയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലപ്പോൾ ഒരു അഹങ്കാരമല്ല, എനിക്ക് വേണ്ടി എൻ്റെ പപ്പയും മമ്മിയും പ്രാർത്ഥിച്ചോളും, എനിക്കിത്രയും അധികം എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക്. വളരെ കൂളായിട്ട് എനിക്കുള്ളതാണെങ്കിൽ കിട്ടും, അങ്ങനത്തെ ഉള്ളൊരു മനോഭാവത്തിലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വിസ സബ്മിറ്റ് ചെയ്ത് ഫുൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 8-ാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോൾ വന്നു. എൻ്റെ വിസ റിജക്റ്റായി, അയർലൻഡ് വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ കോൾ വന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം ഇങ്ങനെ കോള് വന്നിട്ടും ഞാനൊരിക്കലും ഈശോയെ കുറ്റപ്പെടുത്തിയോ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് കിട്ടാതിരുന്നതെന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. ഈശോയുടെ ഹിതം പോലെ നടക്കട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് അങ്ങോട്ട് ഫുള്ള് മാറി. അത് കഴിഞ്ഞ് വളരെ വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടത് ഷെയർ ചെയ്തു. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുത്തുകൂടാ? എൻ്റെ പപ്പയും മമ്മിയും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് അന്നാണ് വന്നത്. അതിനടുത്ത ദിവസം തന്നെ ഞാൻ അമ്മയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവും. അതിന് മുന്നത്തുള്ള ലൈഫ് പോലെ അല്ലായിരുന്നു. എല്ലാ ദിവസവും കുർബാന കൊള്ളും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കും, കൊന്ത മുടങ്ങാറില്ല, കാരുണ്യപ്രവൃത്തി ചെയ്യും. ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു ഞാൻ അമ്മയും കൂടെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു, പത്രം വിതരണം ചെയ്യും. ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ നല്ലതായിട്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, 1/2 മണിക്കൂർ ഏകാന്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ ഏകാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം എനിക്കിഷ്ടമുള്ള പാട്ടുകൾ പാടി അങ്ങനെയൊക്കെ ഞാൻ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ചു. കോളേജുകാർ പറഞ്ഞു 2ാമത് വിസ റീസബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് 2ാമതൊരു സെക്കൻഡ് ചാൻസ് മാതാവ് തന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡിസംബർ 19-ാം തീയതി 2ാമത് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ VFS ഗ്ലോബലിൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ 18,608 ആണ് കാശ്. അപ്പോൾ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചുള്ളൂ, ദൈവം ഈ കാശ് ഇനി എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഏജൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, റിനി ഈ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ എടുത്തുതരാം, ഒട്ടും വെറീഡ് ആവണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ മാതാവ്, ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചിട്ടേ ഉണ്ടായുള്ളൂ. പക്ഷെ അതൊക്കെ മാതാവ് എനിക്ക് നേടിത്തന്നു. അങ്ങനെ ഡിസംബർ 19-ാം തീയതി എനിക്ക് 2ാമത് വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇത് കിട്ടി. രാവിലെ കുർബാനയ്ക്ക് ഞാൻ ഈ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് ഞാൻ പോയത്. കുർബാനയിൽ ഫയൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പാസ്പോർട്ടിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഞായറാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തായിരുന്നു. ഈ ഞായറാഴ്ച അന്നും ഞാൻ ഈ ഫയലായിട്ട് വന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് ഞാൻ അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, വിസ തടസ്സങ്ങൾ മാറണേ എന്ന്, അച്ഛൻ്റെ വായിൽ നിന്ന് വരണേന്ന്.
പക്ഷെ അതുപോലെ തന്നെ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടി, ഓക്കെ എൻ്റെ വിസ അപ്രൂവ് ആവും ഇനിയെന്ന്. അങ്ങനെ ഇന്നലെ ജനുവരി 14 എൻ്റെ വിസ അപ്രൂവായി. 1 മാസം പോലും തികച്ചെടുക്കാതെയാണ് എനിക്ക് അപ്രൂവ് ആയത്. ഏജൻസിക്കാർക്ക് പോലും അത്ഭുതമായിരുന്നു. കാരണം 2-3 മാസമായിട്ട് വെച്ചവരുടെ പോലും ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. എൻ്റെ ഒരു 24 ഡേയ്സ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എൻ്റെ വീണ്ടും അപ്രൂവായി. ഇനിയിപ്പോൾ ഈ ഒരു ജനുവരി 23 ഞാൻ അയർലൻഡിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ മമ്മിയും പൊതിച്ചോറുകൾ വിതരണം ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടും എൻ്റെ ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കസിൻസിനായാലും അവരിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അവൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസവും നീ ഇത് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്കുണ്ടായ അത്ഭുതങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ലൈഫിൽ നല്ലൊരു മാറ്റമാണ് വന്നേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇനിയും അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ മൈൻഡിൽ പറയണേ. കാരണം ഇതാണ് ഒരു ഐഡിയൽ വേ ഓഫ് ലിവിങ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയണേ. ബൈബിൾ വായിക്കണം, കുർബാന കൂടണം, കാരുണ്യ പ്രവൃത്തി ചെയ്യണം. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങോട്ടുള്ളൊരു ലൈഫിലും എനിക്കിങ്ങനെ തന്നെ ലീഡ് ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം. ബൈബിൾ വായിക്കുമ്പോഴും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്ന മെയിൻ കാര്യം നീതിമാനായിട്ട് ജീവിക്കുക. ഈശോക്ക് നീതിമാന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് ഞാൻ ഇനി അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോവിനും ഞാൻ 1000 നന്ദി പറയും. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. റിനി റോസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മയോട് ലഭിച്ച സവിശേഷമായ അനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാതാപിതാക്കളുടെ ഉടമ്പടി ജീവിതം കണ്ടാണ് മകൾ വളർന്നത്. എങ്കിലും അമ്മയിലേക്ക് വലിയ ആകർഷണം, ഉടമ്പടി ജീവിതത്തിലേക്ക് വലിയ ആകർഷണം ഉണ്ടായില്ലെന്ന് മകൾ വാക്കുകൾ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ പഠിക്കുവാനുള്ള കഴിവുണ്ട്, നല്ല മാർക്ക് നേടുവാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തൻ്റെ കഴിവിലും അറിവിലും തൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ മെറിറ്റ് കിട്ടുമെന്നും അത് യാതൊരു തടസ്സവുമില്ലാതെ വിദേശത്ത് പോകാനാകുമെന്നും സ്വയം മകൾ കരുതിയതും അതിൻ്റെ പരിശ്രമങ്ങളിൽ മകൾ വ്യാപരിച്ചതുമാണ് ആദ്യം സൂചിപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ വിസ റിജക്ഷനാണ് മകളെ വീണ്ടും ജീവിതത്തെ തന്നെ കാണുവാൻ, ചിന്തിക്കുവാൻ കാരണമാകുന്നത്. നമുക്കറിയാം, ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൂതന്മാരായി ഇടപെടാറുമുണ്ട്. ഇത് രണ്ടും നമുക്കെപ്പോഴും കാണാൻ സാധിക്കും. തരുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അതിനൊരു ഫലമുള്ളതായിരിക്കും. ദൂതന്മാർ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരാണെങ്കിൽ അവർ നമ്മളെ നയിക്കുന്നതും ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് തന്നെയായിരിക്കും. ആദ്യം ഒരു സുഹൃത്താണ് മോളോട് പറയുന്നത്, നിനക്കെന്തുകൊണ്ട് ഉടമ്പടി എടുത്തുകൂടാ? വലിയ അലർജിക്കൊന്നുമല്ല മകളെങ്കിലും മകള് ആ ഒരു ഇൻസ്പിറേഷൻ, ഒരാൾ തന്നോട് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പറഞ്ഞ പ്രചോദനമാണ് മകളെ ശരിക്കും അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്നത്. മകൾ ആ വാക്കുകൾ പറയുമ്പോൾ ഒന്ന് കണ്ടമിടറുന്നുണ്ട്. കാരണം അത്ര നാളും മകൾക്ക് വീടിനകത്തുണ്ടായിരുന്ന അമ്മ മാതാവിനെയും ഉടമ്പടി ജീവിതത്തെയും മകൾ എങ്ങനെ ഗൗരവത്തിൽ കാണാതിരുന്നതും, എന്നാൽ മറ്റൊരാൾ അമ്മയിൽ ആശ്രയിക്ക്, നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുമ്പോൾ അടുത്ത ദിവസം തന്നെ പിന്നീട് മറത്ത് ചിന്തിക്കുവാനോ നോക്കട്ടെ എന്ന് പറയുവാനോ അല്ല മകൾ ശ്രമിച്ചത്. അടുത്ത ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അത് ഡിസംബർ 11-നാണ്. ഉടമ്പടി എടുത്ത് 7 ദിവസം തികയുമ്പോൾ മകൾക്ക് വിസ അപ്രൂവ് ആകുന്നതിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനുള്ള സന്ദേശം ഏജൻസിയിൽ നിന്ന് ലഭിക്കുകയാണ്. രണ്ടാമത്തെ വിഷയത്തിൽ മകൾ പറയുന്നുണ്ട്, അവിടെ കൂടുതൽ 18,000-ലധികം രൂപ അടയ്ക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷം തന്നെ സന്ദേശം ലഭിക്കുന്നു, അധികം അതിനെപ്പറ്റി വറീഡ് ആവണ്ട, നോക്കാമെന്ന്.
അത് അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കമായി കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് അമ്മ മാതാവ് എപ്പോഴും ഏറ്റെടുത്ത് അപ്പപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന രീതിയിൽ അടയാളങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും. അത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് സാക്ഷ്യവും നിങ്ങളെടുത്ത് കേട്ടുകൊള്ളുക. അത് ആരാണോ പൂർണ്ണ ശരണത്തോടെ ഒരു കൗശലമില്ലാതെ വളവും തിരിവുമില്ലാതെ മറ്റ് ഇൻറ്റൻഷൻസ് ഇല്ലാതെ അമ്മ മാതാവിനോട് ഈശോയോട് ഇടപെടുന്നവരാണെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന വിധത്തിലും മുന്നോട്ട് നയിക്കുന്ന വിധത്തിലും കൃത്യമായ ഇടപെടലുകൾ ദൈവസന്നിധിയിൽ നിന്ന് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ ലഭിക്കുന്ന സന്ദേശമാവും, ചില വ്യക്തികൾ പറയുന്ന സന്ദേശമാവും, ചിലപ്പോൾ സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ പ്രസൻസ് അറിയിച്ചു കൊടുക്കുന്നതാവും, ചിലപ്പോൾ ഒരു മഴവില്ല് തെളിച്ചുകൊണ്ട് ആ നിയോഗത്തിൻ്റെ അമ്മ കൂടെയുണ്ട്, ഉടനെ സാധിക്കുന്നുവെന്ന ഒരു സന്ദേശം കൈമാറുന്നതാവും. അത് പല വിധത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവും. മകൾ പറയുന്നുണ്ട്, ഏജൻസിയിൽ നിന്ന് ആ മറുപടി വന്നു, ഇന്നിപ്പോൾ 24 ദിവസം എത്തുമ്പോൾ മകൾക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിസയും ടിക്കറ്റും എല്ലാം മകളുടെ കയ്യിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ ദൈവത്തിനിണങ്ങിയ വിധത്തിൽ പുനഃക്രമീകരിക്കുവാനുമുള്ള ഒരു പദ്ധതിയും ദൈവികമായ ഒരു കോളുമാണ്, വിളിയുമാണ്. അതാ മകൾ പറഞ്ഞത്, ഞാനിപ്പോൾ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇതെല്ലാവരും ജീവിക്കേണ്ടതാണ്. ഇത് ഒരു വ്യക്തി അവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരെന്താണോ ജീവിക്കേണ്ടത് അത് മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഭാരപ്പെടുത്തുന്നതൊന്നും ഇതിനകത്തില്ല. ദൈവത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മളോട് തന്നെ വിശ്വസ്തതയും വിശുദ്ധിയുമുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ജീവിത പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് പ്രതിസന്ധിയിലും ക്ലേശത്തിലും അമ്മ മാതാവും ഈശോയും കരം പിടിച്ച് സന്തോഷവും ഉയർച്ചയും മേൽഗതിയും മകൾക്ക് അനുവദിച്ചു നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.